ചുരുണ്ടുമുടിക്കാരിയായ പ്രൊഫസർ ജയന്തിയെ ആർക്കും അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. കണ്ണട വെച്ച കർക്കശക്കാരിയായ ആ അധ്യാപികയിലൂടെയാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ആശാ ശരത് എന്ന നടി വന്നു ചേരുന്നത്. കുങ്കുമപ്പൂവിലെ ജയന്തിയായി മലയാളികളുടെ മുന്നിലേക്ക് എത്തിയ ആശ ഇപ്പോൾ ബിസ്ക്രീനിൽ തിളങ്ങി നിൽക്കുകയാണ്. ചില ഭാഗ്യശാലികളായ താരങ്ങളെപ്പോലെ സീരിയൽ വഴി ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ സിനിമയ്ക്കായി അധികനാൾ കാത്തു നിൽക്കേണ്ടി വരാത്ത സിനിമാ അവസരങ്ങൾ ആശാ ശരത്തിനെ തേടി വരികയായിരുന്നു. പിന്നെ സിനിമയിലെ കഥാപാത്രങ്ങളിലൂടെ അറിയപ്പെട്ടു തുടങ്ങി. ദുബായിക്കാരിയായ ഈ മലയാളി എന്തിനും പിന്തുണയുമായി ഭർത്താവ് ശരത്തും കൂടെയുണ്ടായി. 2 പെൺമക്കളുടെ ഉത്തരവാദിത്തവും നൃത്തവും ഭംഗിയായി കൈകാര്യം ചെയ്താണ് ആശ അഭിനയ ജീവിതത്തിന് ചിറകുകൾ നൽകിയത്. ഡാൻസ് ആണെങ്കിലും അഭിനയമാണെങ്കിലും ആശാ ശരത്തിന് പ്രചോദനം ഭർത്താവ് ശരത്ത് തന്നെയാണ്. സിനിമയിലെത്തിയ തുടക്കകാലത്ത് ആശാ ശരത്ത് ചെയ്ത സിനിമകളിൽ ഒന്നായിരുന്നു ദിലീപ് നായകനായ കിങ് ലെയർ. സിദ്ദിഖ് തിരക്കഥ എഴുതി സിനിമ സംവിധാനം ചെയ്ത് നടനും തിരക്കഥാകൃത്തും സംവിധായകനുമെല്ലാമായ ലാലാണ്. മഡോണ സെബാസ്റ്റ്യൻ നായികയായ സിനിമയിൽ ബാലുവും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ചിത്രത്തിൽ ആശാ ശരത്ത് ലാലിൻ്റെ ഭാര്യയായിട്ടാണ് അഭിനയിക്കുന്നത്. ഇപ്പോഴിതാ സിനിമയിൽ മദ്യപിക്കുന്ന രംഗത്തിൽ അഭിനയിച്ചപ്പോഴുണ്ടായ അനുഭവം ആശാ ശരത്ത് പങ്കുവച്ചിരിക്കുകയാണ്. കുറച്ചു നാളുകൾക്ക് മുമ്പ് മൈൽ സ്റ്റോൺസ് മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ആശ. സീനിലെ തൻ്റെ പ്രകടനം കണ്ട് താൻ യഥാർത്ഥത്തിൽ മദ്യപിക്കുമോ എന്ന സംശയം സംവിധായകൻ ലാലിന് വന്നുവെന്ന് ആശ പറയുന്നു. കിങ് ലെയർ സിനിമയിൽ ഞാൻ മദ്യപിക്കുന്ന സീനുണ്ട്. ആ സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പെപ്സിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എങ്ങനെ ഗ്ലാസ് പിടിക്കണം, എങ്ങനെ കുടിക്കണം എന്നതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി സെറ്റിൽ ഒരുപാട് ഗുരുക്കന്മാരുണ്ടായിരുന്നു. ലാൽ ചേട്ടനായിരുന്നു സിനിമ സംവിധാനം ചെയ്തിരുന്നത്. ആ സീനിൽ ഞാൻ മദ്യപിക്കുന്ന ഭാഗം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലാൽ സത്യം പറ, നീ നല്ല അടിയാണല്ലോ എന്നാണ് ലാൽ ചേട്ടൻ എന്നോട് ചോദിച്ചത്. സത്യം പറ, നീ കള്ളം പറയല്ലേ, നീ ശരിക്കും നല്ല അടിയാണല്ലോ എന്നൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു. പക്ഷേ ഞാൻ മദ്യപിക്കാറില്ല. പഠിപ്പിച്ചു തന്നത് അതുപോലെ ചെയ്തുവെന്ന് മാത്രമേ ഉള്ളൂ എന്ന് ആശാ ശരത്ത് പറയുന്നു.